നമസ്കാരം. BBC-യുടെ വർത്തമാനം പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഷാജി ഈപ്പൻ. ഇന്ന് നമ്മുടെ അതിഥി മറ്റാരുമില്ല, ഒരു കാലത്ത് കേരളത്തിലെ വളരെ പ്രശസ്തനായ കഥാപ്രസംഗം ഖാദികന്മാരിൽ ഒരാളായ ഇടയനാൽ അച്ഛനാണ്. ഫാദർ ഇടയനാൽ അച്ഛൻ. ഇടയനാൽ അച്ഛൻ ഓർത്തഡോക്സ് സഭയുടെ വക്താവാണ്. സഭാ ചരിത്രം, സഭയിലുണ്ടായ തർക്കങ്ങൾ, കോടതി കേസുകൾ, ഇതെല്ലാം വളരെ നന്നായി പഠിച്ചിട്ടുള്ള, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന അക്കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്ന അച്ഛനാണ് ഫാദർ ഇടയനാൽ. ഫാദർ ഇടയനാൽ അച്ഛനെ വളരെ ബഹുമാനപൂർവ്വം, വളരെ ആദരപൂർവ്വം, വളരെ സ്നേഹപൂർവ്വം BBC-യുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം. നമസ്കാരം. അച്ഛാ, നമുക്ക് രണ്ട് വിഷയമാണ് ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന്, സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാത്രിക്കീസ് ഓർത്തഡോക്സ് ഈ സഭ തമ്മിലുള്ള തർക്കം, അതെന്നുണ്ടായി, അതിൻ്റെ ഇപ്പോൾ അതെവിടെ നിൽക്കുന്നു, ഇനി അതിനൊരു പരിഹാരം എന്താണ്, ഈ വിഷയങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് അച്ഛൻ്റെ കഥാപ്രസംഗത്തെക്കുറിച്ച് ആയിരക്കണക്കിന് വേദികളിൽ, അമേരിക്ക ഉൾപ്പെടെ ആയിരക്കണക്കിന് വേദികളിൽ ഒരു സഭയും തർക്കങ്ങളില്ലാതെ എല്ലാ സഭക്കാരും വിളിച്ചുകൊണ്ടുപോയി കഥാപ്രസംഗം നടത്തിയിട്ടുള്ള ആളാണ് ഫാദർ ഇടയനാൽ. ആ കഥ തന്നെ വളരെ പ്രശസ്തമാണ്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, അല്ലേ? ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ഏട്. അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ അവിടെ തർക്കങ്ങളില്ല, പ്രശ്നങ്ങളില്ല, യാതൊന്നുമില്ലാതെ മുഴുവൻ ആളുകളും, അത് എനിക്ക് തോന്നുന്നു ബന്ധുക്കോസുകാർ വരെ അതുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി കഥാപ്രസംഗം നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ആ കാലത്ത്. എന്തായാലും നമുക്ക് ആദ്യത്തെ വിഷയം സഭയുടെ കാര്യമാണ്. നമുക്ക് ഒരുപാട് പുറയിലേക്ക് പോകുന്നില്ല. നമുക്ക് 1958 എന്ന് പറയുന്ന വർഷം, അവിടെ മുതൽ തുടങ്ങാം. 1958 എന്ന് പറയുന്ന വർഷം ഓർത്തഡോക്സ് പാത്രിക്കീസ് സഭയുടെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു വർഷമാണ്. 1952 പാത്രിക്കീസിന് അനുകൂലമായി വന്നൊരു വിധിക്കെതിരെ നമ്മൾ കൊടുത്ത കേരള ഹൈക്കോടതി വിധിക്കെതിരെ നമ്മൾ കൊടുത്ത സുപ്രീം കോടതി വന്ന അപ്പീലിലുണ്ടായ ഒരു വിധിയാണ് 1958 ഉണ്ടാകുന്നത്. സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചാണ് ആ വിധി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ട് വിധിക്കുന്നത്. അതിനെക്കുറിച്ച് പ്രേക്ഷകരുടെ അടുത്ത് അച്ഛൻ പറയണം, പ്ലീസ്. 1958 സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ആ അവസാന വിധിക്ക് കാരണമായത് ഇന്ന് യാക്കോബായ പക്ഷം എന്ന് വിളിക്കുന്ന അന്നത്തെ ബാവാകക്ഷിയാണ്. ആ കേസ് കോടതിയിൽ കൊടുത്തത് ബാവാകക്ഷിയാണ്. അവർക്കെതിരായി വിധി അവർ സമ്പാദിക്കുകയാണ് ചെയ്തത്. 5 ഹിന്ദു ജഡ്ജിമാർ ചേർന്നാണ് 58 വിധി പ്രഖ്യാപിച്ചത്. 5 അംഗ ഭരണഘടനാ ബെഞ്ച്, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ്, 5 അംഗ ബെഞ്ചാണ്. അതെ, അതിലാരും ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നില്ല. അത്ര കണ്ട് നിഷ്പക്ഷമാണ് ആ വിധി. തീർച്ചയായിട്ടും ആ വിധിയിലുണ്ടായിരുന്ന കാതലായ ഒരു കാര്യം, ഇവിടെ കൊടുത്ത കാതോലിക്കേറ്റ് 1912 കേരളത്തിൽ സ്ഥാപിച്ച കാതോലിക്കേറ്റ് ന്യായമായിട്ടുള്ളതല്ല, നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു അന്നത്തെ ബാവാ കക്ഷിക്കാരുടെ വാദം. അതിനവർ പറഞ്ഞ ന്യായം, ആ കാതോലിക്കേറ്റ് ഇവിടെ സ്ഥാപിച്ച പാത്രിയർക്കീസ് അബ്ദുൽ മിശിഹ മുടക്കപ്പെട്ടവനായിരുന്നു. സിറിയയിൽ അദ്വൈക്കാർ സ്ഥാനപ്രശ്നമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കൊടുത്ത കാതോലിക്കേറ്റും മുടക്കപ്പെട്ടതാണ്. ആ കാതോലിക്ക വാഴിച്ച മെത്രാച്ചന്മാർക്ക് പട്ടമില്ല, മുടക്കപ്പെട്ടവനായതുകൊണ്ട്. ഇതാണ് പാത്രിക്കീസിന്റെ വാദം. അതെ, ആ മെത്രാച്ചന്മാർ പട്ടം കൊടുത്ത അച്ഛന്മാർക്ക് പട്ടമില്ല. ആ അച്ഛന്മാർ നടത്തിയ കല്യാണമായിട്ടില്ല. അവർ മാമോദിസ മുക്കിയാൽ അവൻ ക്രിസ്ത്യാനിയാവില്ല. ഇതായിരുന്നു അന്നത്തെ ബാവാ കക്ഷിയുടെ പഠിപ്പിക്കലും വാദവും. ഞാൻ നിർഭാഗ്യവശാൽ ജനിച്ചത് ഈ ബാവാ കക്ഷിയിലാണ്. അപ്പോൾ 58 വരെ ഞാനും ബാവാ കക്ഷിയിലെ ഒരാളായിരുന്നു. അപ്പോൾ അബ്ദുൽ മിശിഹ പാത്രിക്കീസ് ബാവ മുടക്കപ്പെട്ടവനായിരുന്നെന്നും അദ്ദേഹം മുടക്കപ്പെട്ടവനായതുകൊണ്ട് ഈ പട്ടത്വമില്ല എന്നും നമ്മുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത് അന്ധമായി വിശ്വസിച്ച കൂട്ടത്തിലാണ് ഞാനും. എന്നാൽ ഈ കേസിൽ വിധി വന്നപ്പോൾ അതെല്ലാം കോടതി നിരാകരിച്ചു. അതിന് വെറുതെ അല്ല, തെളിവോടുകൂടിയാണ്. അബ്ദുൽ മിശിഹ പാത്രിക്കീസ് ബാവായെ തുർക്കി സുൽത്താൻ സ്ഥാനം മാറ്റി. അതെ 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 അദ്ദേഹത്തെ മുടക്കിയതായി സിനഡിൻ്റെ ഒരു രേഖയില്ല. അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് പാത്രിക്കീസുമാരെ അടക്കുന്ന തുർക്കിയിലെ കുർക്കുമ ദെഹ്റയിലാണ് പാത്രിക്കീസ് ബാബമാരെ എല്ലാം, അന്ത്യോക്യ പാത്രിക്കീസുമാരെ എല്ലാം അടക്കിയിരിക്കുന്നത്. അവിടെ തന്നെ ഇദ്ദേഹത്തെ അടക്കുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം കോടതി വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ഈ വിധി ഉണ്ടാകുന്നത്. മാത്രവുമല്ല, അദ്ദേഹത്തിനെതിരായി യഥാർത്ഥ പാത്രിക്കീസ് എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ കത്തോലിക്ക സഭയിൽ നിന്ന്, അതെ, ഈ സെയിം സമയത്തുണ്ടായ അബ്ദുള്ള എന്ന് വിളിക്കുന്ന പാത്രിക്കീസ് ബാവ അവിടെ അടങ്ങിയിട്ടില്ല. അദ്ദേഹം എവിടെ കബറടങ്ങിയെന്ന് ആർക്കും അറിയാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കബറിടം പോലും ഇല്ല.
ഇതൊക്കെ അന്ന് ഞാൻ വളരെ കൊച്ചുകുട്ടിയായിരുന്നു. അന്ന് 58 വിധി വരുമ്പോൾ മനസ്സിലായി എൻ്റെ കാരണവന്മാർ പറഞ്ഞതൊന്നും ശരിയല്ല, കോടതി കണ്ടുപിടിച്ചിരിക്കുന്ന നിഗമനങ്ങളാണ് ശരി. ഏതായാലും അന്ന് ഞാൻ 1958 ജനുവരിയിലാണ് വൈദിക പദവിയുടെ ആദ്യ പദവിയായ ഷമ്മാശി പട്ടേകൻ സ്വീകരിച്ചത്. ആ കൊല്ലം സെപ്റ്റംബർ 12-ാം തീയതിയാണ് സുപ്രീം കോടതിയിൽ അവസാന വിധി വരുന്നത്. അപ്പം എൻ്റെ ഒരു കാലുവരവിൻ്റെ മെച്ചമായിരിക്കും. അപ്പോൾ എന്താണ് 3 മാസത്തിനകം സഭയിൽ യോജിപ്പുണ്ടാവുകയാണ്. അങ്ങ് പറഞ്ഞ പോലെ യോജിച്ചില്ലെങ്കിൽ പള്ളികൾ വിട്ടുപോകും. അല്ലല്ല, അന്നത്തെ കാലത്തെ ഒരു വിധിയുടെ ഒരു പ്രസക്തമായ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ 6 ലക്ഷം രൂപ കോടതി ചെലവ് ഓർത്തഡോക്സിന് കൊടുക്കണം എന്ന് പറയുമ്പോൾ പള്ളിയും വിട്ടു കൊടുക്കണം എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. അന്ന് ഒരു പവന് 60 രൂപ വിലയുള്ളൂ. അതെ, 60 രൂപ വിലയുള്ളപ്പോഴാണ് ഈ 6 ലക്ഷം കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അവരെന്ത് ചെയ്തു? അല്ലെ, സറണ്ടർ ചെയ്യാൻ പറഞ്ഞു, യോജിക്കാനല്ല പറഞ്ഞത്. പാത്രിക്കീസുകാരോട് ഈ 934 ഭരണഘടനയ്ക്ക് അനുസരിച്ച് യോജിക്കാനല്ല പറഞ്ഞു, സറണ്ടർ ചെയ്യാനാണ് പറഞ്ഞത്. പറയൂ. അനാവശ്യമായി കേസ് കൊടുത്തത് കൊണ്ടുള്ള കോടതി ചെലവ്, അനാവശ്യമായി ഇവരെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ടുള്ള കോടതി ചെലവ്. ഈ വിധി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കാരണവന്മാര് ഒരു റിവ്യൂ പെറ്റീഷനും കൂടി ആ കാലത്ത് കൊടുത്തു. 1000 രൂപ ആ കാലത്ത് അങ്ങനെയും പോയി. അതും നിർദാക്ഷിണ്യം കോടതി തള്ളി. ഒരു നിവൃത്തിയില്ലാതെ ആയപ്പോഴാണ് സമാധാനം എന്ന കാര്യത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പുണ്ടായിട്ടുള്ള പല സമാധാന ആലോചനകളും അലസിപ്പോയിട്ടുണ്ട്. ഈ സമാധാനത്തിന് കാതോലിക്ക ബാവായെ സമീപിച്ചപ്പോൾ വിശാല മനസ്കനായ അദ്ദേഹം നിരുപാധികം ഇവരെ സ്വീകരിക്കാൻ തയ്യാറായി. അന്നത്തെ കാതോലിക്ക ഗീവർഗീസ് സ്ഥിതിയൻ ബാവയായിരുന്നു. അത് 934 ശേഷം. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം പറയുകയാണെങ്കിൽ ബസേലിയോസ് ഗീവർഗീസ് സെക്കൻഡ്. ഇടയ്ക്ക് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അത് ആവശ്യത്തിലേക്ക് വരുന്നതിനിപ്പുറം വേറൊരു സംശയമുണ്ട്. ഈ അന്ത്യോക്യായി എന്നുള്ള മുഴുവൻ ബാവാമാരും ഇഗ്നാത്യോസ് എന്ന ഒരു പേരിൽ, ബാക്കി ഇഗ്നാത്യോസ് സക്ക പ്രഥമൻ, സക്ക 2 അങ്ങനെയൊക്കെ പോകുന്നത്. കേരളത്തിൽ നിന്നുള്ള പാത്രീസായാലും കാതോലിക്കായാലും അവരൊക്കെ ബെസേലീസാണ്. അതെന്താ അങ്ങനെ ഈ ബെസേലീസുമാരായിട്ട് ഇവർ വരുന്നതും അവിടെ അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാമെങ്കിൽ. കാനോൻ 325 നിക്കിയ കാനോൻ അനുസരിച്ച് 4 പാട്രിക്കേറ്റ്. ഇത് റോമൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ നടന്ന സിനഡും ആലോചനയുമാണ്. അന്ന് 2 സാമ്രാജ്യങ്ങളാണ് ഉള്ളത്. ഒന്ന് റോമ സാമ്രാജ്യം, മറ്റൊന്ന് പേർഷ്യൻ സാമ്രാജ്യം. പേർഷ്യൻ സാമ്രാജ്യത്തിൽ റോമ ചക്രവർത്തിക്ക് സ്ഥാനമില്ല. റോമൻ സാമ്രാജ്യത്തെ ചക്രവർത്തി 4 തിരിക്കുന്നതായിട്ടാണ് ആ തീരുമാനമുണ്ടാക്കിയത്. റോം, അലക്സാൻഡ്രിയ, എഫേസൂസ്, അതായത് കോൺസ്റ്റാന്റിനോപ്പിൾ, ഇങ്ങനെ 4 തിരിച്ചു. എല്ലാവരുടെയും പ്രധാന തലവൻ റോമ പാത്രിക്കീസ്. പൗരസ്ത്യ ദേശത്തെ വലിയ മെത്രാപ്പൊലീത്തായി കാതോലിക്ക എന്ന് വിളിക്കണം. അദ്ദേഹം പൗരസ്ത്യ ദേശത്തെ പാത്രിക്കീസിനെ പോലെ കാരണം വേറെ ഒന്നും, ഇത് സഭാപരമായ തീരുമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാതോലിക്കേറ്റ് അന്ന് തന്നെ ഉള്ളതാണ്. ആ കാതോലിക്കയുടെ ആസ്ഥാനം ടെഗ്രീസാണ്. എഡേസായിലെ മാർത്തോമാ ശ്ലീഹയുടെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടം കൊണ്ടുപോയി സംസ്കരിച്ചു എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. കാരണം മാർത്തോമാ ശ്ലീഹയാണ് ഈ പൗരസ്ത്യ സഭയുടെ സ്ഥാപകൻ. എല്ലാ കാതോലിക്കന്മാരുടെയും സ്ഥാനപ്പേരാണ് ബസേലിയോസ്. പൗരസ്ത്യ കാതോലിക്കയുടെ സ്ഥാനപ്പേരാണ് കാതോലിക്ക. പൗരസ്ത്യ കാതോലിക്കായേ ഉള്ളൂ. കാരണം ബസേലിയോസ് തുടങ്ങുവാണ്. അതെ, ബസേലിയോസ് എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെയെങ്കിൽ കോതമംഗലത്ത് വന്ന് കവറടങ്ങിയ ബസേലിയോസ് മാർ എൽദോ എങ്ങനെ വന്നു? അദ്ദേഹം പേർഷ്യയിൽ നിന്ന് വന്ന കാതോലിക്ക ആയിരിക്കണം. അതായിരിക്കണം. ബസേലിയോസ് ശക്രള്ള അദ്ദേഹം പേർഷ്യയിൽ നിന്നായിരിക്കും. കാരണം പൗരസ്ത്യ ദേശത്തെ മാത്രമാണിത്. അതെ, പൗരസ്ത്യ മലങ്കര സഭ ഈ പൗരസ്ത്യ ദേശത്തിലാണ് ഉൾക്കൊള്ളുന്നത്. അതിൻ്റെ ഭരണാധികാരി കാതോലിക്കാണ്. പാത്രിയർക്കീസ് ബാവമാർക്കുള്ള സ്ഥാനപ്പേരാണ് ഇഗ്നാത്യോസ്. ഇഗ്നാത്യോസ് ചേരും. ഈ സ്ഥാനപ്പേര് അവർക്ക് പുരാതനമായി ലഭിച്ചിട്ടുള്ളതും വളരെ അംഗീകരിച്ചിട്ടുള്ളതുമായ ഒരു സംഗതിയാണ്. നമുക്കിനി 1958 മടങ്ങി വരാം. 58 ഈ കോടതി വിധി വന്നു. അവർ സറണ്ടർ ചെയ്യാൻ തീരുമാനിച്ചു, യോജിക്കാൻ തീരുമാനിക്കുന്നു. അതായത് 1912 പിളർപ്പിന് ശേഷം യോജിക്കാതെ നിവൃത്തിയില്ല എന്ന ഘട്ടമാണ്. അപ്പോൾ കാതോലിക്ക ബാവായെയും അദ്ദേഹത്തിൻ്റെ ആളുകളെയും സമീപിച്ചു. വേറെ സമീപിച്ചപ്പോൾ 6 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചു. വേണ്ടെന്ന് വയ്ക്കാൻ മാത്രമല്ല, 2 കാര്യങ്ങൾ അവർ ആവശ്യപ്പെട്ടു. ഞങ്ങൾ സഹായിക്കണം. ഞങ്ങൾ കൊച്ചി, കണ്ടനാട്, അങ്കമാലി 3 വടക്കൻ ഭദ്രാസനങ്ങൾ, 7 ഭദ്രാസനങ്ങളിലെ 3 3 ഞങ്ങളാണത്
ഭരിച്ചിരുന്നത് ഞങ്ങളുടെ പള്ളികൾ അവിടെയാണ്, ഞങ്ങളുടെ ആളുകൾ അതാണ്. അതുകൊണ്ട് സഭ യോജിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഭദ്രാസനങ്ങൾ തന്നെ തരണം. ഞങ്ങൾ അങ്ങേക്ക് വിധേയപത്രം എഴുതി തരാം, അങ്ങ് ഞങ്ങൾക്ക് ഭദ്രാസനം അലോട്ട് ചെയ്ത് തന്നാൽ മതി, അങ്ങയുടെ കൽപ്പന പ്രകാരം ഞങ്ങൾ ഏറ്റെടുത്തോളാം. അല്ല, ഈ പറയുന്നവർ 1952 കേരള ഹൈക്കോടതി വിധി അവർക്ക് അനുകൂലമായപ്പോൾ അല്ല, ദേവലോകം ഇത് നമ്മുടെ ഇത് ഉൾപ്പെടെ എന്തിന് അന്നത്തെ ഗീവറീന്റെ കാറ് വരെ ജപ്തി ചെയ്യാൻ പോയവരാണ് ഇവര് പത്രീസ്. അതെ അതെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ആ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ ഞാൻ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇവരാവശ്യപ്പെട്ടത് ഒന്ന്, ഞങ്ങൾക്ക് ആ ഭദ്രാസനങ്ങൾ തന്നെ തരണം. ഈ 3 ഭദ്രാസനം. അതെ, ബാവായിക്ക് ഏത് ഭദ്രാസനം വേണേൽ അലോട്ട് ചെയ്യാം. അതെയോ. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ആളുകളും അച്ഛന്മാരും ഒക്കെ അവിടെയല്ലേ, അത് തന്നെ ആയിക്കൊള്ളട്ടെ. അപ്പോൾ വിധേയത്വ പത്രം കാതോലിക്ക ബാവയ്ക്ക് ഇവരെഴുതി കൊടുക്കണം. എഴുതി കൊടുത്താൽ ഭരണത്തിനുള്ള അധികാരം കൊടുത്ത് സ്ഥാത്തിക്കോൻ അത് ഇവർക്കും കൊടുക്കണം. അങ്ങനെ സംഭവിച്ചു. രണ്ടാമത് പറഞ്ഞ കോടതി ചെലവ് ഒഴിവാക്കി തരണം. 6 ലക്ഷം എന്നൊക്കെ പറഞ്ഞാലേ ഉപ്പ് ചിരട്ട വിൽക്കണം. ഇത്രയും കാശുണ്ടാണെങ്കിൽ ഉപ്പ് ചിരട്ട വിറ്റാൽ പോലും അത്രയും മാത്രം വലിയ എമൗണ്ടാണ്. അപ്പോൾ പറഞ്ഞു, സഭ യോജിച്ചാൽ നമ്മൾ സഹോദരങ്ങളല്ലേ എന്ന നിലപാട് ഓർത്തഡോക്സുകാരെടുത്തു. മനസ്സാക്ഷിയുള്ള മനുഷ്യത്വമുള്ള നിലപാട്. അതെ. പിന്നെ ആരോട് പണം മേടിക്കാനാ? ആ കാര്യം മറന്നു കളഞ്ഞേക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിശാല മനസ്കത കാണിച്ച കാതോലിക്ക ബാവായും അദ്ദേഹത്തെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച പാത്രിക്കീസ് ബാവായും ചേർന്ന് 1964 വീണ്ടും ശരിക്കും അല്ലല്ല 58 ഡിസംബർ 16 വിധി വന്നു. വിധി വന്നു. അല്ല, സമാധാനം ഉണ്ടായി. അതായത് അന്ത്യോക്യ പാത്രിക്കീസ് ബാവ മുടക്കപ്പെട്ടവനാണെന്നും പട്ടമില്ലാത്തവനാണെന്നും അതുവരെ പറഞ്ഞിരുന്ന കാതോലിക്കായെയും അദ്ദേഹത്തിൻ്റെയുള്ള മെത്രാപ്പൊലീത്തമാരെയും വൈദികരെയും മറ്റ് സ്ഥാനികളെയും അതേ സ്ഥാനികളായി അംഗീകരിച്ചുകൊണ്ട് നിരുപാധികം സ്വീകരിക്കുന്ന കൽപ്പന പുറപ്പെടുവിച്ചു ഞങ്ങളുടെ പാത്രിക്കീസ് ബാവ. ഞാൻ ആ പാത്രിക്കീസ് ബാവയുടെ കീഴിലാന്ന് ഓർക്കണം. നാം സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങളും സ്വീകരിച്ചു കൊള്ളണം. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ കൽപ്പന. നിരുപാധികം സ്വീകരിക്കുന്നു പാത്രിക്കീസ് കാതോലിക്കായെയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള സഭാ അംഗങ്ങളെ മുഴുവനും. കാതോലിക്ക ബാവ പാത്രിക്കീസ് ബാവയെ സ്വീകരിക്കുന്നു ഒരു വ്യവസ്ഥ പ്രകാരം. 1934 ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഇതിനാൽ നാം അന്ത്യോക്യ പാത്രിക്കീസ് ബാവയെയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പുരോഹിത സ്ഥാനികളെയും സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ 1934 ഭരണഘടനയാണ് അതിൻ്റെ അടിസ്ഥാനം. അതിന് മാറ്റില്ല. പാത്രിക്കീസ് ബാവ നിരുപാധികം അൺകണ്ടീഷണലായി സ്വീകരിക്കാതെ നിവൃത്തിയില്ല. നിവൃത്തിയില്ല, ഒരു കണ്ടീഷനും പറയാൻ നിവൃത്തിയില്ല. ആ സമയത്തും മറ്റെല്ലാ മര്യാദകളും കാണിച്ചുകൊണ്ട് സഭയിൽ നിലനിൽക്കുന്ന ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ 1958 വിധിയിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് 1934 ഭരണഘടനയാണ് വാലിഡ്. അതിനാണ് നിയമം അനുസരിച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ നടപടിക്രമങ്ങളോട് വേറെ ഒരു രേഖയില്ല. ലക്ഷണമൊത്ത നടപടിക്രമങ്ങളോട് കൂടി രൂപീകരിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടാകുന്നതെന്നാ. അതെ അല്ല, ഞാൻ പറഞ്ഞത് അത് വർഷങ്ങൾ ചർച്ച ചെയ്തിട്ടാണ്. അതിനേക്കാൾ എത്രയോ മുമ്പ് ജനാധിപത്യ വ്യവസ്ഥയിൽ അല്ല, ഇവർ 1935 കരിങ്ങാച്ചിറ കൺവെൻഷൻ വിളിച്ചു കൂട്ടി പാത്രിക്കീസ്. അതിനുശേഷം തട്ടിക്കൂട്ടിയ ഒരു ഭരണഘടന. അത് പറ്റിയല്ല. ഇതാണ് ഭരണഘടന, ഇതാണ് ലക്ഷണമൊത്ത ഭരണഘടന. അല്ല, അവർ ഭരണഘടന പാത്രിക്കീസുകാർ ഭരണഘടന ഉണ്ടാക്കിയില്ല. 1935 ഉണ്ടാക്കില്ല. അവർ ഭരണഘടന ഉണ്ടാക്കില്ല. അവരാകെ ഒരു ഭരണഘടന ഉണ്ടാക്കിയത് 2002 അവര് വേറെ മലങ്കര മെത്രാപ്പൊലീത്തയൊക്കെ തെരഞ്ഞെടുക്കുന്നതായി കരിങ്ങാച്ചിറ യോഗം നടത്തി. കോട്ടയത്ത് മറ്റേ യോഗം നടത്തി ഈ ഭരണഘടന അംഗീകരിക്കുകയും ചെയ്തു. കോട്ടയം യോഗമാണ് സാധു എന്ന് കോടതി കണ്ടു. അതിന് പല കാരണങ്ങളുണ്ട്, അത് നമുക്ക് പറഞ്ഞു. നമുക്ക് 1964 എന്ന് വരാം. 64 സഭ യോജിക്കുന്നു. 58 വിധി വരുന്നു. പക്ഷെ ശരിക്കും യോജിപ്പ് അല്ലല്ല. 58 ഡിസംബർ മാസം 16 യോജിക്കുന്നു. കോട്ടയം പഴയ സെമിനാരിയുടെ ചാപ്പലിൽ വെച്ച് മെത്രാൻ കക്ഷി, അതായത് അന്ന് മെത്രാൻ കക്ഷിയും ഭാവകക്ഷിയാണ്. മെത്രാൻ കക്ഷിയിലെ കാതോലിക്ക ബാവായും മെത്രാച്ചന്മാരും, പാത്രിക്കീസ് കക്ഷിയിലെ 3 മെത്രാപ്പൊലീത്തമാരും, അമ്മ അന്ത്യോക്യയുടെ പ്രതീതിയായിട്ടിരുന്ന മഞ്ഞിനിക്കരയിലെ യൂലിയോസ് മെത്രാച്ചൻ വന്ന് മെഴുതിരികൾ കത്തിച്ചു വെച്ച് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് ഈ സ്വീകരണ കൽപ്പനകൾ പരസ്പരം കൈമാറി സഭയിൽ സമാധാനം ഉണ്ടായതായി
നിഗന്ധങ്ങൾ പ്രകമ്പനം കൊള്ളിക്കുന്ന കഥനാവെടി മുഴക്കി പ്രഖ്യാപനം നടത്തി. 1958 ഞാനത് കണ്ടവനാണ്. 18 വയസ്സുള്ള 1968 ഈ ഗീവറീസ് ദിദിയൻ ബാവ കാലം ചെയ്യുന്നു. അത് പറയാം. 58 സമാധാനത്തിന് ശേഷം 1964 ഗീവർഗീസ് ദിദിയൻ ബാവ കാലം ചെയ്യുന്നു. കാലം ചെയ്യുന്നതിന് 2 വർഷം മുമ്പ് 62 തന്നെ നിയുക്ത കാതോലിക്കയായി ഔഗേൻ മാർ തീമോത്തിയോസ് തിരുമേനിയെ പാത്രിയർക്കീസ് വിഭാഗത്തിൽ പട്ടമേറ്റ് പണ്ടത്തെ പാത്രിയർക്കീസ് വിഭാഗക്കാരനായിരുന്ന ഔഗേൻ തിരുമേനിയെ, അദ്ദേഹം പാത്രിയർക്കീസ് വിഭാഗത്തിൽ പാത്രിയർക്കീസ് എന്ന് പട്ടയേറ്റ ആളാണ്. പണ്ട് യവാകക്ഷി മെത്രാൻ കക്ഷിയിൽ പാത്രിയർക്കീസ് കക്ഷിയിൽ നിന്നയാളാണ്. പക്ഷേ 1942 അദ്ദേഹം കാതോലിക്കയെ പാത്രിയർക്കീസിനെ വിട്ട് കാതോലിക്കയെ സ്വീകരിച്ച ആളാണ്. അങ്ങനെ അതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം. അദ്ദേഹത്തെയാണ് യുണാനിമസ് ആയിട്ട് ബാബ കക്ഷിക്കാരും മെത്രാ കക്ഷിക്കാരും ഒരുമിച്ച് ചേർന്ന് ബാബ കക്ഷി എന്ന് വന്ന ഔഗേൻ മാർ തീമോത്തിയോസ് അല്ലേ? അതെ, ഔഗേൻ മാർ തീമോത്തിയോസ് എന്ന് പറയുന്ന മെത്രാപ്പോലീത്തെ ഈ കാതോലിക്ക പൗരസ്ത്യ കാതോലിക്കയായിട്ട് അംഗീകരിക്കാൻ ഓർത്തഡോക്സും കൂടി സമ്മതിക്കുന്നു. അല്ല, അദ്ദേഹം സഭ യോജിച്ചു കഴിഞ്ഞപ്പോൾ കാതോലിക്ക സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു. നിയുക്ത കാതോലിക്ക ആരക്കുന്നംകാരൻ KT സക്രിയാച്ചനാണ് ആ പ്രമേയം അന്നത്തെ ഇതിൽ അവതരിപ്പിച്ചതും പാസ്സാക്കിയതും. പിന്നീട് എന്ത് സംഭവിച്ചു? 64 ശേഷം 64 ഇദ്ദേഹം കാലം ചെയ്തല്ലോ. അടുത്ത കാതോലിക്കയെ തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുകയാണ് നിയുക്ത കാതോലിക്ക ഔഗേൻ തിരുമേനിയെ. ഔഗേൻ തിരുമേനിയെ വാഴിക്കുന്ന സമയത്ത് ഇവിടെ ഒരു കാര്യം അറിയണം. ഇവിടെയാണ് ഭരണഘടന ശ്രദ്ധിക്കേണ്ടത്. ഭരണഘടനയിൽ പാത്രിയർക്കീസിന് 2 അവകാശങ്ങളുണ്ട്. ഒരധികാരവും മലങ്കര സഭയിലില്ല. അവകാശങ്ങൾ മാത്രമേ ഉള്ളൂ. അവകാശം മാത്രമേ, അധികാരമില്ല. ഒരധികാരവും പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞിട്ടുള്ള അവകാശം എന്താണ്? കാതോലിക്കയെ വാഴിക്കുന്ന സമയത്ത് അംഗീകരിക്കപ്പെട്ട പാത്രിയർക്കീസ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതും അദ്ദേഹം വരുന്ന പക്ഷം സിനഡിന്റെ അധ്യക്ഷനായിരുന്നു വാഴ്ച നടത്തേണ്ടതുമാണ്. ചുമ്മാ ഒരു രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റിന്റെ റോളേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വേറെ അധികാരമൊന്നുമില്ല. അവിടെ അംഗീകരിക്കപ്പെട്ട നിലയിൽ പാത്രിയർക്കീസ് ഉണ്ടെങ്കിൽ മാത്രമേ അതേ ഉള്ളൂ. അംഗീകരിക്കപ്പെട്ട പാത്രിയർക്കീസ് ആയിരിക്കണം. അങ്ങനെ അംഗീകരിക്കണമെങ്കിൽ അതിനൊരു വ്യവസ്ഥ 101-ാമത്തെ ക്ലോസിൽ പറയുന്നുണ്ട്. എന്താണ്? കാതോലിക്കായുടെ സഹകരണത്തോടുകൂടി കാനോനികമായി വാഴിക്കപ്പെടുന്ന പാത്രിയർക്കീസിനെ മലങ്കര സഭ അംഗീകരിക്കും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ വെറുതെ പാത്രിയർക്കീസ് പറഞ്ഞു വന്നാൽ അവിടെ പാത്രിയർക്കീസിനെ അവിടെ വാഴിച്ചു എന്ന് പറഞ്ഞാൽ കാതോലിക്കായെ വിളിക്കാതെ എൻ്റെ വീട്ടിൽ നടക്കുന്ന കല്യാണത്തിന് എൻ്റെ അനിയനെ വിളിച്ചാൽ അവരെല്ലാവരും കുടുംബമായിട്ട് വരും. അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചാൽ വിളിച്ചിട്ട് രണ്ടുപേരും പോവില്ല. അപ്പോൾ ഇത് രണ്ടും 2 സഭകളാണ്, ഒരേ വിശ്വാസമുള്ള സഭകളാണ്. ഒരൊറ്റ ഉദാഹരണം കൊണ്ട് ഞാൻ വെളിവാക്കാം. എൻ്റെ വീട്ടുപേര് ഇടയനാരെന്നാണ്. എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ അനുജനാണ്. എൻ്റെ അനുജൻ അവനും ഞാനും താമസിക്കുന്നത് എൻ്റെ പിതാവ് ഞങ്ങളെയൊക്കെ വേറെ വിട്ടു. ആ കുടുംബത്തിൻ്റെ പേരും ഇടയനാൽ തന്നെയാണ്. എൻ്റെ വീടിൻ്റെ പേരും ഇടയനാൽ എന്നാണ്. എനിക്ക് ഞാൻ ജ്യേഷ്ഠനാണെന്നുള്ള മട്ടിൽ എനിക്ക് അവൻ്റെ പേരിൽ ഒരധികാരവും ഇല്ല. ഞാൻ ചെന്ന എന്നെ ആദരവോടെ സ്വീകരിക്കും, ബഹുമാനിക്കും. അത് അവൻ്റെ മര്യാദ, എൻ്റെ ഒരവകാശം. ഓക്കെ, ഞാൻ 1964 ഈ ഔഗേൻ മാർ തീമോത്തിയോസ് ഇവിടുത്തെ ബാവയാവുന്നു, കാതോലിക്ക ബാവയാവുന്നു. 64 ശേഷം 74 ഔഗേൻ അല്ല 64 വാഴിച്ച സമയത്ത് മത്ബഹായിൽ ശുശ്രൂഷ ചമ്മാച്ചന്മാരിൽ ഒരാൾ ഞാനാണ്. അത് ഞാൻ സാക്ഷിയാണ്. ഇതൊക്കെ എനിക്ക് നിങ്ങളോട് പറയാൻ ദൈവം ഇത്ര ആയുസ് തന്നത് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. അങ്ങനെ സഭയിൽ സമാധാനം അരക്കിട്ടുറപ്പിച്ചു. ശരിക്കും സമാധാനമായി. 58 യോജിപ്പ് ഉറപ്പിച്ചതാണ് 64. അതെ, 1958 വിധി അവർ യോജിച്ചെങ്കിൽ പോലും അത് അരക്കിട്ടുറപ്പിച്ചത് 1964 64 മറ്റേ ഗീവറീസ് ദിദിയൻ ബാവ കാലം ചെയ്തു. ഔഗേൻ മെത്രാപ്പോലീത്ത ബാവയാവുന്നു. അതിനുശേഷം വളരെ യോജിപ്പോടുകൂടി പോകുന്നു. പിന്നീടൊരു പ്രശ്നം ഉണ്ടാകുന്നത് 1974 അതെ, അത് ഔഗേൻ ബാവ കാലം ചെയ്യുന്നു. 74-75 ഉണ്ട്. ഔഗേൻ ബാവ 64 കാലം ചെയ്യുന്നു. ഔഗേനല്ല, അത് ഗീവറീസിലാണ്. ഗീവറീസ് ദിദിയൻ ബാവ അതെ 64 ഔഗേൻ വരുന്നു. ഔഗേൻ ബാവ 1974 കാലം ചെയ്യുന്നു. ഔഗേൻ ബാവയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പൗലോസ് മാർ പീലക്സിനോസിനെ ഈ കാതോലിക്ക ബാവ അങ്ങനെ ഒന്നുമില്ല. പിന്നെ എന്താ? അതായത് ഈ സഭ 58 യോജിക്കുമ്പോൾ കണ്ടനാട് ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലീത്തയായിരുന്നു പൗലോസ് മാർ പീലക്സ്. കൊച്ചിയുടെ പൗലോസ് മാർ സേവേറിയോസ് എന്ന് പറഞ്ഞ തിരുമേനിയായിരുന്നു. അങ്കമാലിയുടെ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് വയലിപ്പറമ്പിൽ. ഈ 3 തിരുമേനിമാരെ അന്നുള്ളൂ. അതിൽ ഈ 2 തിരുമേനിമാരും 64 വാഴ്ചയുടെ ആ സമയത്ത് 62 ഒരാളും
66 മറ്റേ ആളും കാലം കാലം ചെയ്യുന്നു. പിന്നെ ഉള്ളത് ഈ പൗലോസ് ഫീലിക്സിനകത്ത് മാത്രമാണ്. അദ്ദേഹം വളരെ വേവറിങ് ആയൊരു മനുഷ്യനാണ്, ഉറപ്പില്ലാത്തത്. കാതോലിക്കയിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞ് ഈ ഉറച്ച് പ്രസ്താവനയൊക്കെ നടത്തി. പക്ഷെ അദ്ദേഹത്തെ കാതോലിക്കയാക്കാം എന്ന് അദ്ദേഹം ശിങ്കിടികൾ ചെന്ന് പറഞ്ഞപ്പോൾ അതൊരു സ്ഥാനമല്ലേ? ഒരു ഉറപ്പുള്ള തീരുമാനത്തിനുടമയായിരുന്നില്ല. അല്ല, ഉറപ്പുള്ള തീരുമാനമുള്ള മനുഷ്യനല്ല, നല്ലവനുമാണ്. എല്ലാ സ്ഥാനമാനങ്ങളോടും താല്പര്യമുള്ള ആളാണ്, കൊണ്ടു നടക്കാൻ അറിയാൻ വയ്യാത്ത ആളുമാണ്. അങ്ങനെയാണല്ലേ? അങ്ങനെയാണ്. പാവാണ്, സ്ഥാനവും മാനവും ഇഷ്ടമാണ്. അപ്പോൾ കാതോലിക്കാന്നുള്ള സ്ഥാനം കിട്ടി. വളരെ ദയനീയമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം. ആരും നോക്കാനില്ലാതെ, തിരിഞ്ഞു നോക്കാനില്ലാതെ പരമാടം തയ്യാറായി അദ്ദേഹം കാലം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഔഗേൻ വന്നു, ഔഗേൻ 74 കാലം ചെയ്യുന്നു. ചെയ്തതിന് ശേഷം കാതോലിക്കായിട്ട് വരുന്നത് മാത്യൂസ് പ്രഥമനല്ലേ? അതെ, മാത്യൂസ് പ്രഥമൻ. ആ കാലഘട്ടത്തെ കുറിച്ച് പറയാം. മാത്യൂസ് പ്രഥമൻ്റെ കാലഘട്ടത്തിലാണ് വീണ്ടും സഭയിൽ ഭിന്നത ഉടലെടുക്കുന്നത്. അതിൻ്റെ കാരണക്കാരൻ അന്ത്യോക്യായുടെ പാത്രിർക്കീസ് ബാവായുടെ, അതായത് ഏലിയാസ് തൃതീയൻ പാത്രിർക്കീസ് ബാവ കബറടങ്ങിയിരിക്കുന്ന സ്ഥലമാണ് മഞ്ഞിനിക്കര. അതുകൊണ്ട് കാതോലിക്ക ബാവായും കൂട്ടരും ആ കബറിടത്തിലെ വരുമാനം പാത്രിർക്കീസ് ബാവ തന്നെ എടുത്തോട്ടെ എന്ന് തീരുമാനിച്ചു. അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളൊരു സഭയാണല്ലോ. അവിടെ യൂലിയോസ് മെത്രാച്ചനാണ് അന്നുള്ളത്. അവിടെ നിന്ന് യൂലിയോസ് മെത്രാച്ചൻ മുതൽ അവിടെ നിന്ന് വരുന്നതിൽ യൂലിയോസ് ബാവ എന്ന് നമ്മൾ വിളിക്കും. നമ്മൾ ഈ താഴ്ന്ന വർഗ്ഗമാണല്ലോ. അവിടെ അന്നത്തെ എഴുതപ്പെടാത്ത ഒരു തീരുമാനം, അവിടുത്തെ വരുമാനം പാത്രിർക്കീസ് ബാവ എടുത്തോട്ടെ. അവിടെ മെത്രാച്ചന്മാരെ പോസ്റ്റ് ചെയ്യരുത്, റമ്പാച്ചന്മാരെയോ അച്ഛന്മാരെയോ ബാവയ്ക്ക് ഇഷ്ടവരെ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ അത് യൂലിയോസ് മെത്രാച്ചൻ്റെ കാലശേഷം വന്ന ആളാണ് ആബൂദി റമ്പാച്ചൻ. ആ റമ്പാച്ചനാണ് വീണ്ടും അവിടെ മഞ്ഞിനിക്കര വന്നത്. അദ്ദേഹം വന്ന് വടക്കൻ പ്രദേശത്തെ ആളുകളെ കണ്ടവരുടെ അന്ത്യോക്യ ഭക്തിയൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് 58 സ്വീകരണം അബദ്ധമായി പോയി എന്ന് അവർക്ക് തോന്നലുണ്ടായി. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് അബദ്ധം തന്നെയാണ്. അന്ന് വരെ പറഞ്ഞിരുന്നെല്ലാം നുണയാണല്ലോ, പറയേണ്ടി വന്നില്ലേ? അന്ന് തന്നെ വേറെ പള്ളി ഉണ്ടാക്കി പോയിരുന്നെങ്കിൽ ഇന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ ആളുകളുണ്ടല്ലോ, വടക്ക് യാക്കോബായ ഇത്തരം ആളുകളില്ലേ, ഈ ആളുകളല്ലേ സ്വത്ത്, ഈ പള്ളിയും വസ്തുക്കളും നമുക്ക് പോയാലെന്താ, ആളുകളുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുമായിരുന്നില്ലേ, എന്തിനു യോജിച്ചു? മണ്ടത്തരമായി പോയില്ലേ? യാക്കോബ് തൃതീയൻ എന്ന് പറഞ്ഞ മറുപടി, അവിടുത്തെ മെത്രാച്ചന്മാരും അച്ഛന്മാരും യോജിപ്പിക്കണം അല്ലെങ്കിൽ പള്ളി വിട്ടുപോകുമെന്ന് പറഞ്ഞു, യോജിപ്പുണ്ടാക്കി. ഉടനെ അദ്ദേഹം പറഞ്ഞു, അത് നമുക്ക് തിരിച്ചെടുക്കണം, എന്നെ മെത്രാപ്പൊലീത്തയായിട്ട് അയച്ചാൽ ഞാൻ തിരിച്ചു പിടിക്കാം. ആബൂദി റമ്പാച്ചൻ പാത്രിർക്കീസ് ബാവ, യാക്കോബ് തൃതീയൻ പാത്രിർക്കീസ് ബാവനെ അറിയിച്ചു. പാത്രിർക്കീസ് ബാവ അദ്ദേഹത്തെ മെത്രാനായി വാഴിച്ചും കൊണ്ട് അയക്കാൻ തീരുമാനമെടുത്തു. ഏത് വ്യവസ്ഥയ്ക്ക് ചെയ്യാൻ പാടില്ല. ഇതറിഞ്ഞ് ഇവിടെ സുന്നഹദോസ് കൂടിയിൽ ഈ പൗലോസ് ഫെലിക്സിനോസ് തിരുമേനി ഒപ്പിട്ടു. എല്ലാ തിരുമേനിമാരും ഒപ്പിട്ട് പാത്രിർക്കീസ് ബാവയ്ക്ക് ഒരു കത്തയച്ചു. നമ്മുടെ അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച് മെത്രാപ്പൊലീത്തമാരെ ഇവിടെ നിയമിക്കാൻ പാടില്ല. മെത്രാപ്പൊലീത്തമാരെ നിയമിച്ചാൽ പള്ളികൾ സ്ഥാപിക്കാം, പട്ടം കൊടുക്കാം, പിന്നെയും പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങേക്ക് ഇദ്ദേഹത്തെ മെത്രാനായി വാഴിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ മറ്റൊരു അച്ഛനെയോ റമ്പാച്ചനെയോ ഇവിടെ ചുമതലപ്പെടുത്തുക, മെത്രാപ്പൊലീത്തായിട്ട് വാഴിച്ചയക്കരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തതിൽ ഈ ഫീലിക്സിനോസ് തിരുമേനിയുണ്ട്. മനസ്സിലായോ? പാത്രിർക്കീസ് ബാവ അതിന് മറുപടി പോലും അയച്ചില്ല. പകരം അദ്ദേഹത്തെ മെത്രാപ്പൊലീത്തയായിട്ട് വാഴിച്ച് തിരിച്ചുകൊണ്ട് അയച്ചു. തൻ്റെ ഡെലിഗേറ്റായിട്ട് അംഗീകരിച്ചു കൊള്ളണമെന്നൊരു കൽപ്പനയും കൊടുത്തു. അതിൻ്റെ പഴയതുപോലെ പഴയ ഡെലിഗേറ്റ് അവിടെ വന്ന് അദ്ദേഹത്തിന് വടക്കൻ പ്രദേശത്തെ പഴയ യാക്കോബായക്കാരായ അവിടെയുള്ള പള്ളികളിലൊക്കെ വിളിക്കും. പുള്ളിയാണ് ഈ മർത്തോമാശ്ലീഹയുടെ സിംഹാസനം എന്ന ഒരു വിഷയം തെറ്റാനൊരു കാരണം വേണമല്ലോ. അതിന് കണ്ടുപിടിച്ച ഒരു വകുപ്പാണ് മർത്തോമാശ്ലീഹയുടെ സിംഹാസനം. അത് കേട്ടിട്ടില്ല. അതൊക്കെ പറഞ്ഞാണ് ഒരു ഇളക്കം ഉണ്ടാക്കിയത്. ഏതായാലും അതേ ഇങ്ങനെ പള്ളികളിൽ കയറി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയപ്പോൾ കാതോലിക്ക വിഭാഗം ഗവൺമെൻറ്റിനെ സമീപിച്ച് വിസ ക്യാൻസൽ ചെയ്ത് അദ്ദേഹം തിരിച്ചുപോയി. അങ്ങനെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവിടെ നിന്ന് ചിലരൊക്കെ ഒളിച്ചു പോയി അവരെ പട്ടയം കൊടുത്ത് അയച്ചു. അതാണ് 75 സംഭവിച്ചത്. ഇപ്പോഴത്തെ ശ്രേഷ്ഠഭാവായും കാലം ചെയ്ത പെരുമ്പിളി തിരുമേനിയും ഒക്കെ മെത്രാന്മാരായി അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ പിന്നെ 74 ശേഷം പിന്നെ 1995 ഒരു ചെറിയ യോജിപ്പുണ്ടായല്ലോ. 95 ചെറിയ യോജിപ്പ് എന്ന് പറയാൻ ഒക്കില്ല. 95 കോടതി യഥാർത്ഥത്തിൽ എന്താണ് ഒരു വിധി വന്നു. ആ വിധി
അത് തന്നെയാണ് 1995 കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ യോജിപ്പുണ്ടായി അതില്ലേ? അല്ല, 95 വിധി. 95 വിധി 2017 വിധിക്ക് മുമ്പുള്ള അതേ വിധി തന്നെയാണ്. പക്ഷേ ആ വിധിക്ക് ഒരു വ്യവസ്ഥ പറഞ്ഞു, അസോസിയേഷൻ യോഗം വിളിക്കണം. 2002 അസോസിയേഷൻ അങ്ങനെ വരുന്നത് അല്ല, അസോസിയേഷൻ വിളിക്കാൻ ബാബാ തിരുമേനിയെ തന്നെ ചുമതലപ്പെടുത്തി. അപ്പോൾ ഇവർ ഒരു വാദം ഉന്നയിച്ചു. അതാണ് ആ വക്കീല് കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞൊരു വലിയൊരു തെറ്റ്. 1934 ഭരണഘടന അദ്ദേഹം പറഞ്ഞ സാർ ഓർക്കുന്നുണ്ടായിരിക്കും. ഇന്റർവ്യൂ കണ്ടായിരുന്നില്ലേ? ഞാനത് കണ്ടു. അദ്ദേഹം പറയുന്നത് ബിജു വർഗീസ് എന്ന് പറയും നമ്മുടെ പറഞ്ഞ വാദം ഞാൻ പറയാം. 1934 ഭരണഘടന പ്രകാരം ഒരു പള്ളിയിൽ നിന്ന് ഒരച്ഛനും 2 അയ്മേനിയാണ് അസോസിയേഷൻ പോകേണ്ടത്. അത് പരിമല അസോസിയേഷൻ അല്ലേ? അതായിരുന്നു വ്യവസ്ഥ. പക്ഷേ ഓർത്തഡോക്സ് വിഭാഗത്തിന് ചെറിയ ചെറിയ ഇടവക പള്ളികൾ അധികം ഉള്ളത്. അപ്പോൾ ആ പള്ളിയിൽ നിന്ന് ഒരച്ഛൻ 2 അയ്മേനിയും വരും. പാത്രികീസ് വിഭാഗത്തിനുള്ളതെല്ലാം വളരെ ആളുകളുള്ള പള്ളിയാണ്. പക്ഷെ കുറച്ചേ ഉള്ളൂ. അതിൽ നിന്ന് ഒരച്ഛനും 2 അന്മേനിയും അവിടുന്ന് വരുള്ളൂ. അപ്പോൾ ആളുകളുടെ സംഖ്യ അനുസരിച്ച് ഒരു റെപ്രസെൻറ്റേഷൻ പാത്രികീസ് ഉണ്ടാവത്തില്ല, പാത്രികീസ് പക്ഷത്തിനുണ്ടാവില്ല. കാരണം അവരുടെ പള്ളിയൊക്കെ വലിയ പള്ളി, അവിടുന്ന് 2 ആളല്ലേ വരുന്നത്. അതുകൊണ്ട് ഈ 1934 ഭരണഘടനയിൽ ഒരു മാറ്റം വരുത്തണമെന്ന് കോടതിയോട് അവരാവശ്യപ്പെട്ടു. ഓർത്തഡോക്സ് പക്ഷത്തിന് വിരോധമില്ലെന്ന് നിലപാടെടുത്തു. അല്ലെങ്കിൽ കോടതിക്ക് തിരുത്താൻ നോക്കില്ല അവർ ഭരണഘടന. സമ്മതം വേണം. നമ്മുടെ ഭരണഘടന തിരുത്താൻ കോടതിക്ക് ചേർന്നില്ല. നമ്മൾ സമ്മതിച്ചു. എന്ത് 100 വീട്ടുകാർ വരെ ഒരാൾ, 200 വരെ 2 ആൾ, 300 വരെ 3 ആൾ, അങ്ങനെ 1000 വരെ 10 ആൾ. അപ്പോൾ കോതമംഗലം, മണർകാട്, അവിടെ നിന്ന് ഇഷ്ടംപോലെ ആളുകൾ വരില്ലേ. അതുപോലത്തെ പള്ളികൾ അപ്പുറത്തുണ്ട്. പുതുപ്പള്ളി, മറ്റേ പരിമല, അത് ചന്ദനപ്പള്ളി, അതുപോലെ ഒരുപാട് പള്ളികൾ അവിടെയുണ്ട്. കാതോലിക്ക പക്ഷം പറഞ്ഞ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഭരണഘടന തിരുത്തി. ഭരണഘടന കോടതി 1934 ഈ ഒരു ക്ലോസ് മാത്രമേ തിരുത്തിയിട്ടുള്ളൂ. ആദ്യം ഇവരാവശ്യപ്പെട്ടു. 1934 ഭരണഘടന സ്വീകാര്യമല്ലെന്ന് പറയുന്നവർ കോടതിയോട് ആവശ്യപ്പെട്ട് തിരുത്തുണ്ടാക്കി വാങ്ങിച്ചവരാന്ന് ഓർക്കണം. ഈ ഭരണഘടനയാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, മറ്റതാണ് ആ ഭരണഘടനയിൽ ഒരു തിരുത്തിന് വേണ്ടി അപേക്ഷിച്ചവരാണ്. കോടതി അംഗീകരിച്ചുകൊണ്ട് തന്നെ അംഗീകരിച്ചുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കാതോലിക്ക യോഗം നടത്തിയാൽ പാർഷ്യലായി പോകും. അപ്പോൾ ഒരു കോടതി നിരീക്ഷണം വേണം. റിട്ടയേർഡ് ജസ്റ്റിസ് മലിമറ്റിനെ നിരീക്ഷകനായിട്ട് വെച്ചു. 2 കൂട്ടരും ഓരോ ലക്ഷം കെട്ടിവെക്കണം. 2 കൂട്ടരും പൈസ കെട്ടിവെച്ചു. അദ്ദേഹത്തിന്റെ ജോലി 2002 ചെയ്തത്. ഈ 95 വിധിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അന്ന് ഗീവർഗീസ് സ്ഥിതിയൻ ബാവ, അല്ല മാത്യു സ്ഥിതിയൻ ബാവയാണ് അദ്ദേഹം കോടതിയിൽ ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തു. എനിക്ക് ഭൂരിപക്ഷമില്ല, അങ്ങനെ അസോസിയേഷൻ തെളിഞ്ഞാൽ ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്തുകൊള്ളാം. അതാണ് കറക്റ്റ്. നിലവിൽ കത്തോലിക്കാണ്. സ്ഥാനം മാറി ഞാൻ ഇറങ്ങിക്കോളാം. ഭൂരിപക്ഷം കിട്ടുന്ന ആളാണോ ആകേണ്ടത്, തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ആകേണ്ടത്. അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കോടതിയിൽ ആ അണ്ടർടേക്കിംഗ് കൊടുത്തു. അതെ, അതായത് ശാസ്താംകോട്ടൊക്കെ അടങ്ങി. അപ്പോൾ തിരുമേനി അങ്ങനെ കോടതിയിൽ സബ്മിഷൻ കൊടുത്തു. അപ്പോൾ ജസ്റ്റിസ് മളിമറ്റ് അദ്ദേഹത്തിൻ്റെ കാതോലിക്ക സ്ഥാനമൊക്കെ കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അസോസിയേഷൻ ഇറങ്ങണമെങ്കിൽ കാതോലിക്ക് വിളിച്ചു വിടണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഞാൻ ഒഴിയുന്നു. അതെ. അപ്പോൾ കോടതിയിൽ നിരീക്ഷകനെ വെച്ചു. 2 പേരും പണം കെട്ടിവെച്ചു. ഓരോ ലക്ഷം രൂപ വെച്ച് 2 കൂട്ടം നിരീക്ഷകന്റെ ചെലവിനാണ്. അസോസിയേഷൻ യോഗം പരിമല വെച്ച് കൂടുന്നു. എല്ലാ പേപ്പർ നോട്ടിഫിക്കേഷനും അതിനൊക്കെ ക്ലാസ്സുകളും 5-6 മാസം മുമ്പ് തന്നെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. സമയമായപ്പോൾ പാത്രിയർക്കീസ് പക്ഷം അസോസിയേഷൻ യോഗത്തിൽ വന്നില്ലെന്ന് മാത്രമല്ല, അതേ ദിവസം അതേ സമയം പുത്തൻകുരിശിൽ മറ്റൊരു യോഗം പാരലായിട്ട് വിളിച്ചു കൂട്ടി. അതിലൊരു ഭരണഘടന അംഗീകരിച്ചു. അതിലവർ മലങ്കര കാര്യങ്ങളും എല്ലാം പാസ്സാക്കി. 2002 പെട്ടെന്ന് ഒരു നിമിഷം ഒരു ഭരണഘടന അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ ഒരാൾക്ക്? അത് വാലിഡ് അല്ല. ഇതിനൊന്നും ഇതെല്ലാം ചെയ്തിട്ടാണ് ഇപ്പോഴും ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല. അല്ല, നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ 2002 പരിമല കൺവെൻഷനിൽ വെച്ച് വീണ്ടും മാത്യൂസ് ദിദിയൻ കാതോലിക്കായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു അല്ലേ?
ഇവർ ഭയങ്കര ഭൂരിപക്ഷത്തോടെ ഭയങ്കര ഭൂരിപക്ഷത്തോടെ ഇവർ റിബലായി വേറെ പെട്ടെന്നൊരു ഭരണഘടന തല്ലിക്കൂട്ടി അങ്ങനെ ഉണ്ടാക്കുന്നു. പിന്നീട് വലിയ പ്രശ്നങ്ങളായിരുന്നു നടന്നത്. അവിടെ കേരളത്തിൽ 2002 ശേഷം വലിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിൻ്റെ പേര് പറഞ്ഞാൽ പറയാം. അങ്ങനെ 2002 ഈ തീരുമാനം ജസ്റ്റിസ് മളിമഠ് കോടതിയിൽ റിപ്പോർട്ട് ചെയ്തു. അതനുസരിച്ച് ഫൈനൽ ജഡ്ജ്മെൻറ്റ് കോടതി പാസ്സാക്കി. അതായത് ഇതൊരു വലിയൊരു കാര്യം, ജനങ്ങൾ അറിയേണ്ടതും നിങ്ങൾ അറിയേണ്ടതും ഒരു കാര്യം, സഭ ഒരു ട്രസ്റ്റാണ്. അതെ അതെ അതെ. അതുകൊണ്ടാണ് മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റി, അതെ, അൽമായ ട്രസ്റ്റി എന്നൊക്കെ പറഞ്ഞ വൈദിക ട്രസ്റ്റി എന്ന ട്രസ്റ്റിമാരനാണ്. ട്രസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ട്രസ്റ്റി ഉണ്ടാവില്ല. തന്നെയുമല്ല, ഈ ട്രസ്റ്റ് ആണെന്ന് സ്ഥാപിച്ചു കിട്ടാൻ കേസ് കൊടുത്തത് ഇവർ യാക്കോബായക്കാർ തന്നെയാണ്. ഇവർ എല്ലാ കേസുകളും പോയത് ഇവർ തന്നെയാണ്. വേണ്ട ഒരു കേസ് നമ്മൾ 52 ഹൈക്കോടതി വിധിക്കെതിരെ കൊടുത്തത് അപ്പീൽ മാത്രമേ ഉള്ളൂ. ഈ മളിമഠിനെ വെക്കാനുണ്ടായ ഈ ഇതുകൊണ്ട് സുപ്രീം കോടതി പോയത് അവർ തന്നെയാണ്. എന്ന് അവർക്കെതിരായിട്ട് വിധി മേടിച്ചുകൊണ്ട് വന്ന് ഓർത്തഡോക്സ് ബിഷപ്സ് സഹായിക്കുക എന്നുള്ളതാണ്. ഇവർ പോകുന്നു വിധി, ഇവർ കോടതി പോകുന്നു വിധി അവർക്ക് ഒരു കാര്യവും സത്യം അല്ല. അതിനകത്തൊരു ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കോടതിയിൽ നമ്മൾ വിശ്വാസമുണ്ട്. അവിടെ കോടതിയിൽ ഒരു കാര്യമായിട്ട് പോകുമ്പോൾ നമുക്ക് അനുകൂലമായി മാത്രം വിധി ഉണ്ടായാലേ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യം അല്ല. ഇത് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് കൂടെ നിർത്തുക എന്നുള്ളതാണ് യാക്കോബായ നേതൃത്വത്തിൻ്റെ തന്ത്രം. ഇപ്പം ആർക്ക് വേണ്ടി ബഹളം? ചുവന്ന കുപ്പായക്കാരും വെള്ളക്കുപ്പായക്കാരും ഇവിടെ കുറേ പേരുണ്ട്. ഈ ജനങ്ങളിട്ടിട്ട് മാതൃസഭയിലേക്ക് പോകുന്ന ഇവരുടെ കാര്യം എന്താവും സാറെന്ന് ആലോചിച്ച് കഞ്ഞി കുടിക്കണ്ടേ? അപ്പം എങ്ങനെ ഈ ജനങ്ങളെ അവിടെ പിടിച്ചു നിർത്തണം? അല്ല, ജനത്തെ പിടിച്ചു നിർത്തുന്ന അവർ രണ്ട് രീതിയിൽ എൻ്റെ സംശയമുണ്ട്. കാരണം ഒന്ന്, ഈ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം പറയും. ഭൂരിപക്ഷം പറയുന്നതല്ലല്ലോ ശരി. ഭൂരിപക്ഷത്തെ ശരി പറയാം. അല്ല, ഭൂരിപക്ഷം പറയുന്നത് മാത്രമല്ല ശരി. അല്ലല്ല, ഭൂരിപക്ഷം എവിടെ ഭൂരിപക്ഷം? അല്ല, ഭൂരിപക്ഷം ഉണ്ട്. അത് ഞാൻ പറയുന്നത് ചില പള്ളികളിൽ ഭൂരിപക്ഷം ചില പള്ളികളിൽ ആ പള്ളി മലങ്കര സഭയാകുന്ന ട്രസ്റ്റിൻ്റെ ഒരു യൂണിറ്റ് മാത്രമാണ്. ആകമാന സഭയുടെ ഭൂരിപക്ഷമാണ് എടുക്കേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ അസംബ്ലി. അതെ, അങ്ങനെയാണ് മൊത്തം. അതെ 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 അതെ. അല്ല, എവിടെയെങ്കിലും 1, 2, 3 അല്ല നോക്കുന്നത്. ചില നിയോജക മണ്ഡലത്തിൽ നോക്കിയിട്ടല്ലേ കാര്യം. UDF ജയിച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ പറഞ്ഞ UDFനാണോ? അല്ല, അവർ പറയുന്ന ഒരു വാദം അതാണ്, വാദമുഖം അതാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ പള്ളിയിൽ ഭൂരിപക്ഷം ഞങ്ങളാണ്. അതുകൊണ്ട് അത് കോടതി 2017 ജൂലൈ 3 പറഞ്ഞു കഴിഞ്ഞല്ലോ. 2017 ജൂലൈ 3 അസന്ധിഗ്ധമായിട്ട് അരുൺ എടുത്തു തന്നെ പറഞ്ഞു, ഭൂരിപക്ഷം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, സമാന്തരമായിട്ട് കുർബാന നടത്താനോ സമാന്തരമായിട്ട് ഭരണം നടത്താനോ പറ്റില്ല. ചങ്ങാതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ യാക്കോബായ വിഭാഗം വളരെ ഭൂരിപക്ഷമുള്ളൊരു പള്ളി, നമുക്കൊരു ഉദാഹരണ പള്ളി എടുക്കാം, കോതമംഗലം പള്ളി. കോതമംഗലം പള്ളിയിൽ ആരായിരിക്കും ഈ കേസ് വിധി, അതായത് കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് യോജിപ്പുണ്ടായാൽ ആരായിരിക്കും അവിടുത്തെ ഭരണക്കാർ? ആരായിരിക്കും? യാക്കോബായക്കാരായിരിക്കും. കാരണം അവരുടെ ഭൂരിപക്ഷം, അവരാ ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി, എല്ലാം ഭൂരിപക്ഷോടെ. അവിടെ മാറുന്ന ആളാരാണ്? ഓർത്തഡോക്സ് സഭയാണ്. അല്ല, വികാരി മാത്രമേ ഉള്ളൂ. ഏതച്ഛൻ്റെ കുർബാന കണ്ടാലും നമുക്കെന്താ കുഴപ്പം? ഏതച്ഛൻ്റെ ആരാധന ഇപ്പം എന്താ എന്ന് ചിന്തിക്കേണ്ടതാണ് ഈ ജനം. ഇങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം അവിടെ വന്ന അദ്ദേഹത്തിൻ്റെ പേരെന്താ? ബിജു വർഗീസ്, യാക്കോബായ സഭയുടെ വക്താവ്. അതെ, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ വേദപുസ്തകം ഒരു വാക്യമേ ഇല്ല. വേദപുസ്തകത്തിലൂടെ ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ പിടിക്കാമായിരുന്നു. അതൊന്നും അവരാരും കണ്ടിട്ടില്ല, വക്കീലന്മാരൊന്നും കണ്ടിട്ട് പറഞ്ഞല്ലോ. യാക്കോബായ വിഭാഗം ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ കുർബാന തക്സക്രമത്തിൽ വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതമായിട്ടുള്ളതും പാതാള ഗോപുരങ്ങൾക്ക് തകർക്കാൻ കഴിയാത്തതും എന്നെ പറഞ്ഞെടുത്തത്. അപ്പോൾ സഭ എവിടെയാണ് പറഞ്ഞേക്കണേ? വിശ്വാസം എന്ന അടിസ്ഥാനത്തിലാണ്. മറ്റൊരു വ്യക്തിയാണ് പത്രോസ്. പത്രോസ് തെറ്റിയാൽ സഭ തെറ്റി, പത്രോസ് വീണാൽ സഭ വീണു. അങ്ങനെ ഒരു വ്യക്തിയുടെ പുറത്ത് പണിയുന്നതാണ് ഒരു പ്രസ്ഥാനം. അല്ല, ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. പത്രോസാണ് ആ വിശ്വാസം ഏറ്റു പറഞ്ഞത്. അത് വേറെ കാര്യം. അതിൽ മുന്നിൽ നിന്നു മാത്രം. അതെ, ഈ ഒരു പത്രോസിൻ്റെ മേലധികാരം പറഞ്ഞാണ് മാർപ്പാപ്പായിൽ നിന്ന് കൂനങ്കുരു സത്യം പറഞ്ഞ പിരിഞ്ഞു പോകുന്ന ഞങ്ങളുടെ കാരണവന്മാർ. പത്രോസിൻ്റെ സ്ഥാനവും മാനമൊക്കെ എനിക്കാണ്, എല്ലാവരും എൻ്റെ കീഴിലാണെന്ന് മാർപ്പാപ്പ അവകാശപ്പെട്ടതിനെ അവഗണിച്ചുകൊണ്ടാണ് കൂനങ്കുരു സത്യം നടത്തിയതും കൂടെ ഓർക്കണം. പിന്നെ ഇപ്പോൾ ഉള്ളൊരു വലിയ കാര്യം എനിക്ക് മനസ്സിലാകാത്തത് അന്ത്യോക്യ വിശ്വാസം. അതെ, അവർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പാരമ്പര്യമായി നമ്മുടെ പിതാക്കന്മാർ വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരു വിശ്വാസമാണ് അന്ത്യോക്യ. അങ്ങനെ പാരമ്പര്യമായിട്ട് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു വിശ്വാസവും ഇല്ല ലോകത്ത്. അന്ത്യോക്യ എന്താ?
അന്ത്യോക്യ ഒരു പട്ടണമാണ്. എവിടെയുള്ള പട്ടണം? സിറിയയിലെ തുർക്കിയിലുള്ളൊരു പട്ടണമാണ് അന്ത്യോക്യ. എന്നാൽ അതിൻ്റെ പേരെന്താണെന്ന് അറിയാൻ പാടില്ല. കഞ്ഞിക്കുഴി വിശ്വാസമുണ്ടോ? ഇല്ല. തിരുവനന്തപുരം വിശ്വാസമുണ്ടോ? അങ്ങനെയില്ല. എന്ത് വിശ്വാസമാണ്? ഈ അന്ത്യോക്യ എന്ന് പറഞ്ഞൊരു പട്ടണമാണെങ്കിൽ അതൊന്നും വിശ്വാസം നീങ്ങില്ല. അമ്മയെ മറന്നാലും അന്ത്യോക്യയെ മറക്കില്ല. ഇതാണ് ഏത് തുർക്കിയിലുള്ള ഒരു പട്ടണത്തെ മറക്കില്ല എന്നാണ് ഈ പറയുന്നത്. ഈ പാവങ്ങളെ കൊണ്ട് ഈ മുദ്രാവാക്യം എടുപ്പിക്കുന്നത് അവർക്കോ വിവരമില്ല. ഇവരുടെ കുപ്പായവും നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. നമുക്ക് അടുത്ത പോയിലേക്ക് വരാം. ഇപ്പോൾ അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന യാക്കോബായ സഭ അല്ലെങ്കിൽ പാത്രികി സഭ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം അതിൽ കേരള സർക്കാർ ഈ സുപ്രീം കോടതി 2017 ജൂലൈ 3 വന്ന ഏറ്റവും പ്രശസ്തമായ അവസാനത്തെ കോടതി വിധിക്കെതിരെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരും. ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ പള്ളികൾ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രചാരണം വ്യാപകമാണ്. അതിനെക്കുറിച്ച് എന്താണ്, വാട്ട് ഈസ് യുവർ റെസ്പോൺസ്? ഓർഡിനൻസും ചർച്ച് ബില്ലും ഒക്കെ തയ്യാറാക്കാനും അതിന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞതെല്ലാം ജസ്റ്റിസ് റിട്ടയർഡ് ജഡ്ജി കെ.ടി. തോമസാണ്. ഈ ഇതിന് സാധ്യതയുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓർഡിനൻസ് വിവരമുള്ള ആരെങ്കിലും പറയുമോ? തലയ്ക്ക് മൂളയുള്ള ഒരൊറ്റ ആള് പോലും അറിയില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി ഒരു സിവിൽ കേസിൽ തീർപ്പ് അതിനെ ഓവർകം ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാർ പോലും പറ്റില്ല. പിന്നെ കേരള സർക്കാരിന് പറ്റില്ല. അങ്ങനെയാണ് ഇപ്പം എല്ലാവരും. സുപ്രീം കോടതി ആവശ്യമില്ലല്ലോ. തന്നെയല്ല, കോടതി വിധി ബാധക അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാവരും മിണ്ടുമ്പോൾ പോകുന്ന കോടതിയിലേക്കല്ലേ? അതെ 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 അതെ. ഇപ്പൊ കോർട്ട് ലക്ഷ്യത്തിൻ്റെ അതിനും കോടതിയിലേക്ക് പോയി. എല്ലാത്തിനും കോടതിയിലേക്ക് പോകണേ. ഗവൺമെൻറ്റിലെ പരാതി വന്നാലും കോടതിയിലേക്ക് പോകും. കോടതിയുടെ തീരുമാനമാണ് എല്ലാവർക്കും സ്വീകാര്യം. സഭയുടെ കാര്യത്തിൽ മാത്രം കോടതി സ്വീകാര്യമല്ലെന്നുള്ള. പിന്നെ ഇതിൻ്റെ പേരിൽ എന്ത് വഴക്ക്? ഓർത്തഡോക്സ് സഭ ഒരു സ്ഥലത്ത് ഒരു അല്ലേ. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവസാന ചോദ്യത്തിലേക്ക് വരാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, സമയപരിമിതി ഉണ്ട്. ആ ചോദ്യം ഇതാണ്, ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കം ഇനി അവരുമായിട്ട് യോജിക്കുന്നതിനുണ്ടോ? അവർ പറയുന്നു അവരുടെ ഭാഗത്തു നിന്ന് യോജിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും കത്തിടപാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു. ഇതിൽ ഏതാണ് സത്യം? 1958 ഞാൻ ആദ്യം പറഞ്ഞു 3 മെത്രാച്ചന്മാരുണ്ടായിരുന്നു. ആ മെത്രാച്ചന്മാരെ സ്വീകരിച്ചു, സഭ ഒന്നായി. ഇപ്പം എത്ര എന്നറിയാമോ? 32. എങ്ങനെ വന്നവരാണ് ഇവരെല്ലാം കൂടെ സ്വീകരിക്കുന്ന 58 ഒരു പ്രക്രിയയല്ല ആണോ മാർഗമായിട്ട് അങ്ങ് കാണുന്നത്? പറയൂ. അല്ല പറഞ്ഞു. ഇനി അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പള്ളി നിങ്ങളങ്ങ് എടുത്തുകൊണ്ട് വയ്ക്കോ എന്ന് പറഞ്ഞ് മഹാമനസ്കത കാണിക്കണം. അതാണ് മഹാമനസ്കത. നമ്മൾ ഇപ്പോഴാണ് ഈ മഹാമനസ്കത ഉണ്ടാകുന്നത്. കോടതി വിധി വന്നു കഴിഞ്ഞപ്പോൾ കോട്ടയത്ത് കാതോലിക്ക ബാവയുടെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയ ആളാണ്. അതെ ഇവർ. അതെ, കോലം കത്തിച്ച ആളാണ്. അന്ന് മഹാമനസ്കത ഒന്നും ഉണ്ടായില്ല. 1952 ഇപ്പോഴത്തെ വിധിയിലും അന്നും വലിയ പ്രശ്നമുണ്ടായി. അതേസമയത്ത് 52 വിധിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ദോഷകരമായ ഒരു വിധി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പഴയ സെമിനാരിൽ നിന്ന് മാറി ദേവലോകം കാഴ്ച കൊടുത്ത് മേടിച്ച് അവിടെ ആസ്ഥാനമാക്കിയതാണ് ഓർത്തഡോക്സ് വിഭാഗത്തിൽ കാതോലിക്ക ബാവ. കാറ് വരെ ജപ്തി ചെയ്യാൻ വേണ്ടി വന്നു. ബാവയുടെ കാറ് വരെ ജപ്തി ചെയ്യാൻ വേണ്ടി, അതുപോലും ഒരു മനസാക്ഷി കുത്തും. അതായത് കോടതി വിധി എന്തോ അംഗീകരിക്കാന്നുള്ളത്. ഒരു ക്രിസ്ത്യാനി അതേ പാർട്ടിക്കാരാണ് 1958 സറണ്ടർ ചെയ്യാൻ പോയി, ഞങ്ങളെ ഒന്ന് ഒഴിവാക്കണം കേട്ടോ. അല്ല, ആ രീതിയിലല്ലേ വന്നവര്. അപ്പം ആ രീതിയിലാണ്. അപ്പം 2017 ജൂലൈ 3 കോടതി വിധി വന്നു. അത് അസന്നിഗ്ധമാണ്. അവിടെ അതിന് അപ്പീലോ അല്ലെങ്കിൽ ഒരു ഓർഡിനൻസോ ഒന്നും വരാൻ സാധ്യതയില്ല. ഇനി യോജിപ്പിലേക്ക് വരാനുള്ള വേറെ എന്തെങ്കിലും മാർഗം ഓർത്തഡോക്സ് പക്ഷത്തിൻ്റെ ഭാഗത്ത്? യോജിപ്പിലേക്ക് വരാൻ ഒരു തടസ്സവുമില്ല. ജനങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ യോജിപ്പായി. യാക്കോബായ വിഭാഗത്തിലെ ആളുകളെ ഈ പൗരോഹിത്യ സ്ഥാനികൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. അവരുടെ സഭയും പള്ളികളും അവർക്ക് നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു കാര്യവുമില്ല. ദേ ക്യാൻ കം ബാക്ക്. അതുപോലെ ഒരു കാലം ഇപ്പോൾ ഈ പറയുന്ന തലമുറയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ, ഇപ്പോഴത്തെ ആൾക്കാർക്ക് മാറിക്കഴിയുമ്പോൾ അത് വളരെ ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ആളുകൾ വരും. അപ്പോൾ ഈ 1934 ഭരണഘടനയൊക്കെ ശരിയാണെന്നുള്ള രീതിയിലേക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങും. സഭയിൽ തീർച്ചയായിട്ടും ഐക്യം ഉണ്ടാവും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്കൊരു സംശയമില്ല. അതിനെല്ലാ ഭാവവും കുറച്ച് കാലം സമയം, കാരണം ഇപ്പോൾ ഉള്ള കുറച്ച് പേര് മാറണം. ഇപ്പോൾ ഉള്ള കുറച്ച് പേര് മാറണം. നമ്മുടെ ഈ പാവങ്ങൾ അറിയാത്തവർ 1-2 കാര്യങ്ങൾ പറയട്ടെ. ഇവിടെ കാതോലിക്ക ബാവയെ തിരഞ്ഞെടുക്കുന്നു അസോസിയേഷൻ. പാത്രികീസിനെ ആര് തിരഞ്ഞെടുക്കുന്നു? നമ്മുടെ പാത്രികീസിനെ തിരഞ്ഞെടുക്കുന്നത് സിറിയാക്കാരാണ്. അതെ 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 അതെ. ആകമാന സഭയുടെ മേലധ്യക്ഷനാണ് പാത്രികീസ് എങ്കിൽ
ആ പാത്രിക്കിസിനെ എവിടെ നിന്ന് തിരഞ്ഞെടുക്കണം? ആഗമന സഭയെ തിരഞ്ഞെടുക്കണം. അത് ഇവിടുന്നല്ല വേണ്ടത്. അല്ല, ഇവിടുന്ന് അവിടെ നിന്ന് ചേർന്ന ആൾ ആഗമനം. ഇവിടുന്ന് മാത്രമല്ല, അല്ല, അവിടുത്തെ അങ്ങോട്ട് ചേർന്ന ഈ ആഗമന എല്ലാ ആഗമന സഭ എന്ന് പറയുന്നത് ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന പാത്രികീസ് സഭയുടെ ആഗമന സഭയിൽ നിന്ന് വേണം തെരഞ്ഞെടുപ്പ്. അതെ, നമുക്ക് സ്ഥാനാർത്ഥിയാവാനൊക്കൂല, വോട്ട് ചെയ്യാനൊക്കൂല. സിറിയാക്കാരനെ സ്ഥാനാർത്ഥിയാവാനൊക്കുള്ളൂ, സിറിയാക്കാരനെ പാത്രിക്കിസാവുള്ളൂ. ആ പാത്രിക്കിസ് നമ്മൾ തിരഞ്ഞെടുത്ത് വാഴിക്കുന്ന കാതോലിക്കായ മുടക്കും മാറ്റും. എന്തൊരു നിയമം ഇത്! നമുക്ക് സ്ഥാനാർത്ഥിത്വം പോലുമില്ല, വോട്ടവകാശമില്ല. അതുകൊണ്ടാണ് ഇത് രണ്ട് സഹോദര സഭകളാണെന്ന് പറയുന്നത്. സത്യത്തിൽ വിശ്വാസത്തിൻ്റെ പണ്ട് ഫ്രഞ്ചുകാർ, പോർട്ടുഗീസുകാർ ആദ്യം വന്ന്, ഫ്രഞ്ച്, ഡച്ച്, ബ്രിട്ടീഷുകാരൊക്കെ വന്ന് നമ്മൾ ഈ ജനത്തെ, ഈ പാവപ്പെട്ട ജനത്തെ ഒരുപാട് ചൂഷണം ചെയ്തുകൊണ്ട് പോയി. ഇന്ന് വിശ്വാസത്തിൻ്റെ പേരിൽ ചൂഷണം നടക്കുകയാണ്. അതാണ് ഈ അന്ത്യോക്യയുടെ പേരിൽ, വിശ്വാസമല്ല, വത്തിക്കാൻ്റെ പേരിലൊക്കെ നടക്കുന്ന ഒരു ചൂഷണമാണ്. ആ ഒരു വിദേശാധിപത്യത്തിന് കീഴടങ്ങിക്കൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അത് ചെയ്യാത്ത ഒരേ ഒരു സഭ എനിക്ക് തോന്നുന്നു, ഒന്നിൽ കൂടുതലുണ്ടാവും, പ്രധാനപ്പെട്ട സഭയാണ് ഓർത്തഡോക്സ് സഭ. എടുത്തു കാണിക്കുക, അവർ ഒരു വിദേശാധിപത്യത്തിനും വിദേശ സാമ്രാജ്യത്വത്തിനും ഒന്നും കീഴ്പ്പെട്ടുകൊണ്ടല്ല. അത് ഒരു വലിയ കാര്യമാണ്. ആ ചൂഷണം, ആ വലിയ സമയം തീർന്നെങ്കിൽ നമുക്കൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞല്ലോ. അന്ന് അദ്ദേഹം വക്കീല് അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയിലെ വാചകം തെറ്റായിട്ടാണ്. ഭരണഘടനയുടെ ഒന്നാമത്തെ ക്ലോസ് മലങ്കര സഭ ഒരു ഹൈഫൺ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിക്കിസുമാകുന്നു. രണ്ടാമത്തെ ക്ലോസ് മലങ്കര സഭ. അപ്പോൾ സഭ എന്താന്ന് പറയാണ്? മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കയുമാകുന്നു. ഇതാണ് സഭയെ സംബന്ധിച്ച ഡെഫിനിഷൻ. ആഗമന സഭ എന്നൊരു പദം പോലും അവിടെ ഇല്ല. അപ്പോൾ മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ്, ഭാഗമല്ല. കൈ എൻ്റെ ശരീരത്തിൻ്റെ വിഭാഗമാണോ ഭാഗമാണോ? ഭാഗമാണ്. വിഭാഗം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഡിവിഷൻ എന്ന് പറയും. ഭാഗത്തിന് പാർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മലങ്കര സഭ ഒരു ഡിവിഷനാണ്, സിറിയായിലെ സഭ മറ്റൊരു ഡിവിഷനാണ്. ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഡിവിഷൻസ്. ഇടയനാൽ കുടുംബം രണ്ടായിട്ട് പോയി ഭാഗോടമ്പടി ചെയ്ത് പോയി. രണ്ടും ഇടയനാൽ കുടുംബമാണ്, രണ്ടും രണ്ട് കുടുംബമാണ്. രണ്ട് കുടുംബത്തിലും അതിൻ്റേതായ ഭരണകർത്താക്കളുണ്ട്. ആ സംവിധാനമാണിത്. ഇത്ര സിമ്പിളാണിത്. ഇടയനാലച്ഛൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് കഥാപ്രസംഗത്തിൽ എത്രയോ കഥകൾ കേരളത്തിൽ, ഒരുപാട് കഥകളുണ്ടാവും. പക്ഷേ അങ്ങേ വളരെ പ്രശസ്തനാക്കിയത്, കഥാപ്രസംഗത്തിൽ ഏറ്റവും പ്രശസ്തനാക്കിയ കഥയാണ് പാപം ചെയ്യാത്തത്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർക്ക് അറിയട്ടെ അല്ലേ? ഒരു കഥ അത് മിക്കവാറും എത്ര വേദികൾ അവതരിപ്പിച്ചിട്ടുണ്ടാവും? ഒരു 10-500 വേദികളൊക്കെ കാണുള്ളൂ. 500 വേദികൾ പള്ളികളല്ലേ? അല്ല, കേരളത്തിൽ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ ആ കഥ. 5 കഥകൾ ഞാൻ ആകെ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെ കഥകൾ വേറെയുണ്ട്? ആരും സ്വന്തമല്ല, സാമൂഹ്യ കഥ. പീസ് ഹോം, സാമൂഹ്യ കഥ. തകർന്ന പാനപാത്രം, ബൈബിൾ കഥ. ആദ്യത്തെ കഥ വഞ്ചനയുടെ പ്രതികാരം, ബൈബിൾ കഥ. അങ്ങനെ 3 ബൈബിൾ കഥകളും 2 സാമൂഹ്യ കഥകളും. അല്ല ഏറ്റവും പ്രശസ്തമായിട്ടൊരു കഥയല്ല ഞാൻ പറഞ്ഞ കഥ. അതായത് അതിൽ ബൈബിൾ കഥയിൽ വളരെ ഹിറ്റായതാണ് പാപമില്ലാത്തവൻ കലറിയിട്ടെന്നൊരു കഥ. സാമൂഹിക കഥകൾ അമേരിക്കയിലൊക്കെ പറഞ്ഞാൽ ആരും സ്വന്തമല്ല എന്നുള്ള. അമേരിക്കയിൽ 1989 ഞാൻ പോയി. പിന്നെ 2003 പോയി. 16, 4, 20 വേദികളിൽ അമേരിക്കയിൽ അവതരിപ്പിച്ചു. അതിൽ നിന്ന് കിട്ടിയ 89 കിട്ടിയത് ഞാൻ എടുത്തു. പക്ഷേ 2003 ഞാൻ പോയി പറഞ്ഞ കഥയിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഇപ്പോൾ പഴന്തോട്ടത്തിൽ ഒരു ഓൾഡ് ഏജ് ഹോം പണിതിട്ടുണ്ട്. അത് സഭയ്ക്ക് കൊടുത്തു. ഞാൻ ഒന്നും എടുത്തില്ല. വളരെ നന്ദി ഫാദർ ഇടയനാൽ. ഓർത്തഡോക്സ് പക്ഷമാണ് ഏറ്റവും ശരിയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന പക്ഷം ഓർത്തഡോക്സ് പക്ഷമാണ്. അതിനൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. അത് കാലം തെളിയിച്ചിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. സത്യം തെളിഞ്ഞു കഴിഞ്ഞു. അംഗീകരിക്കാനുള്ള വൈമനസ്യം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ പരിപാടിയോട് സഹകരിച്ചതിന് BBC യുടെ ഈ പ്രോഗ്രാമിനോട് വർത്തമാനം പരിപാടി സഹകരിച്ചതിന് വളരെ നന്ദി.